7 കാര്യങ്ങൾ ഒരു മനുഷ്യന് മരണാനന്തര ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ സ്വതക്കയാകും. ഏതൊക്കെ 7 കാര്യങ്ങൾ? ദാ എണ്ണി കേട്ടോളി. قال رسول الله صلى الله عليه وسلم 7 يجري للعبد أجرهن بعد موته في قبره. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ഖബറിൽ പ്രതിഫലം എന്നെന്നും നിലയ്ക്കാതെ കിട്ടുന്നതായ 7 കാര്യങ്ങളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അല്ലമ ഇൽമാ, ഒരാൾ പരിശുദ്ധമായ ദീൻ പഠിച്ച വ്യക്തിയാണ്, ഖുർആൻ പഠിച്ച വ്യക്തിയാണ്, ഹദീസ് പഠിച്ച വ്യക്തിയാണ്, കർമ്മശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്, ദീനിൻ്റെതാകുന്ന ആദർശങ്ങളെ കൃത്യമായി പഠിച്ചെടുത്തിട്ടുള്ള വ്യക്തിയുണ്ടോ, അവന് തീർച്ചയായും ഖബറിൽ നിലയ്ക്കാതെ പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവരേ, മക്കളെ ഹിഫ്ളിന്റെ വാതാരങ്ങൾ തുറക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളവരേ, മക്കളെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ ദറസുകളിലേക്ക് പറഞ്ഞു വിട്ടവരെ, വെക്കേഷൻ സമയങ്ങളിൽ മുടങ്ങാതെ മദ്രസകൾ വിട്ടുകൊണ്ടവരെ ആലിമാക്കാൻ തുനിഞ്ഞവരെ, രക്ഷയാണ്, രക്ഷയാണ്. ഇൽമ പഠിച്ചെടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിയുണ്ടോ, അത് പഠിക്കാൻ വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള മുത്തഅല്ലിമുണ്ടോ, അവനെന്നും നിലയ്ക്കാതെ ഖബറിൽ പ്രതിഫലമാണ്. ഖബറിലേക്ക് ചെന്നാലും കൂരിട്ടാകുന്ന ഖബർ അവന് പ്രകാശമാണ്, പ്രകാശമാണ്. യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന ബഅദ മൗതിഹി. മരിച്ചു പോയാലും ഖബറിൽ പ്രതിഫലം കിട്ടുന്നതായ 7 കാര്യങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ ആദ്യമായി പ്രവാചകൻ പഠിപ്പിച്ചത് വിജ്ഞാനം നുകരലാണ്, നുകരലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2, ആദരവായ പ്രവാചകർ പഠിപ്പിക്കുന്നു, ഔ അജറ നഹറ, ഒരാൾ സമുദ്രത്തെ നടത്തിയാൽ, നല്ല ഒരു നദി കീറി കൊടുത്താൽ, നദിയുടെ സഞ്ചാരയോഗ്യമാകുന്ന നിലയിൽ അതിന്റെ നടത്തിപ്പ് നീ കൃത്യമായി കൊണ്ടുവന്നാൽ 2 അതിരുകൾ നേരിടുന്നതായ സമൂഹമാണ്. അവർക്കിടയിലുള്ളതാകുന്ന നദിയുടെ സുഗമമായ നടത്തിപ്പിന് നീ കാരണമായാൽ ചെറിയ അരുവിയാണ്, നിന്റെ വീടിൻ്റെതാകുന്ന പിന്നാമ്പുറത്തൂടെ പോകുന്ന ശുദ്ധജലം, അത് മറ്റൊരാൾക്ക് തടസ്സമില്ലാത്ത നിലയ്ക്ക് അതൊന്ന് ഒഴുകിപ്പോകാനുള്ള സൗകര്യം നീ ചെയ്തു കൊടുത്തു, തടഞ്ഞു വെച്ചില്ല. മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് ഉപയോഗിക്കട്ടെ എന്ന നിലയ്ക്ക് അതിനുള്ള സൗകര്യം നീ ചെയ്തു കൊടുത്തു. ചെറിയ തടാകമാകട്ടെ, വലിയ നദിയാകട്ടെ, ജലാശയമാകട്ടെ, ഏതായിക്കോട്ടെ, വെള്ളത്തിന്റെ സൗകര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു. പ്രത്യേകിച്ച് ഇപ്പൊ ചൂടുള്ള സമയമാണ്, അതികഠിനമാകുന്ന ചൂടാണ്. ഏത് ജീവജാലങ്ങൾക്കും നീ എന്ത് നൽകിയാലും വെള്ളം കൊടുത്താലും തീർച്ചയായും ഏറ്റവും ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന സമയവും സന്ദർഭമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ധാരാളം ആളുകൾ വീടുകളിൽ തണ്ണീർ പന്തലുകളൊക്കെ സ്ഥാപിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പാമ്പിന്റെ അതിപ്രസരം വല്ലാതെ കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആളുകൾ നിർദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള തണ്ണീർ പന്തലുകളിലേക്ക് അത് ശ്രദ്ധ ചെലുത്താൻ ആര് കടന്നു വരും? പാമ്പ് അതിന്റെ വെള്ളം നുകരാൻ വേണ്ടി വരും. ചൂടല്ലേ, അത് കൂടുതൽ അപകടത്തിന് കാരണമാകുമെന്ന് പറയുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളത് ചെയ്യണം. കാരണം ധാരാളം പക്ഷിപ്പറവാദികൾ, എത്രയോ പറവകളാണ് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ സംവിധാനം ഒരുക്കാൻ സാഹചര്യമുള്ളതാകുന്ന സഹോദര സഹോദരിമാരൊക്കെ വീടുകളിൽ മരത്തിലേക്കൊക്കെ കയറുകൊണ്ട് കെട്ടി ബന്ധിച്ചുകൊണ്ടൊക്കെ ചെറിയ തണ്ണീർ പന്തലുകളൊക്കെ സ്ഥാപിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുഖേന ചിലപ്പോൾ ഈ വെച്ച അന്നത്തെ ദിവസം ഒരു മനുഷ്യനും ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഒരു കിളിയും വന്നോണമെന്നില്ല. അപ്പൊ നമ്മൾക്ക് ഒരു ആശങ്ക, പടച്ചവന് ഇത് വെച്ചിട്ടാരും മനുഷ്യനല്ലല്ലോ കുടിക്കാൻ, നമ്മൾ തന്നെ കുടിക്കേണ്ടി വരുമോ? അത് 1-2 ദിവസം കഴിയുമ്പോൾ ആള് വരും, നീ വെള്ളം ഇങ്ങനെ കറക്റ്റ് നിറച്ചുകൊണ്ടേ ഇരിക്കുക, ഇൻഷാ അല്ലാഹ് ആളവിടെ എത്തും. ഒന്ന് ചെയ്തു നോക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധ വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാമ്പിന്റെ അതിപ്രസരം വല്ലാതെ കൂടിയിരിക്കുകയാണ്, എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഷൂ ഒക്കെ ഉപയോഗിക്കുന്നതാകുന്ന കുട്ടികളും മക്കളും അതുപോലെ മുതിർന്നവരും ഒക്കെ വീടിന്റെ അകത്തളത്തിലേക്കാകാൻ ശ്രമിക്കുക, പുറത്തു വെക്കരുത്. അഥവാ പുറത്തു വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ അല്പം ഉയർത്തിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഷൂ റാക്കുകൾ വാങ്ങാൻ കിട്ടും. വീട്ടിൽ തന്നെ ആളുകൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരുന്നതാകുന്ന സംവിധാനമുണ്ട്.
ചെറിയ ദ്വാരമേ അതിലുണ്ടാവുള്ളൂ. അതിലൂടെ ഒരു പാമ്പ് നോകത്തോട്ട് കയറൂല. ആ നിലയ്ക്കുള്ള നല്ല സംവിധാനങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൂടെയൊക്കെ വിൽക്കപ്പെടുന്നുണ്ട്. വാങ്ങി പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ സമയത്ത് വാങ്ങി വെക്കുക. ഏതായാലും AC വാങ്ങാനൊക്കെ കാശുണ്ടല്ലോ. മൈജിയുടേതാകുന്ന മുതലാളി ഷാജി സാഹിബ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നു, അടുത്ത വർഷം ഇന്ത്യയിൽ തന്നെ 50 ഷോപ്പ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്, മൈജിയുടെ ഷോപ്പ്. കാരണം ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന വർഷമാണ് ഈ വർഷം. AC വാങ്ങാത്ത കുടുംബങ്ങളില്ല. എല്ലാ വീടുകളിലേക്ക് AC വാങ്ങിച്ചുകൊണ്ട് പോകണം. ഒരു കുടുംബത്തിലൊരു AC എന്ന നിലയ്ക്ക് എല്ലാവരും വാങ്ങാൻ. നാളെ AC വാങ്ങാൻ വേണ്ടി നിങ്ങൾ പയ്യന്നൂർ ഏതെങ്കിലും കടയിൽ പോയിട്ട് ആരെങ്കിലും വാങ്ങാൻ വേണ്ടി നിന്നാൽ പോലും അവർ പറയും ഉടനെ കിട്ടൂല കേട്ടോ, 5 ദിവസം കഴിഞ്ഞിട്ടേ ഡെലിവറി ഉള്ളൂ, 5 ദിവസം കഴിഞ്ഞേ സാധനം വരുള്ളൂ. ഫിറ്റ് ചെയ്യുന്ന ആൾ വരണമെങ്കിൽ ഹത്ത് ഓതണം, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോഴത്തേക്കും മഴ വരും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത്രയേറെ കഠിനമായ ചൂടിലേക്ക് നമ്മുടെ സമൂഹം മാറി, നമ്മുടെ കാലാവസ്ഥ മാറിയിരിക്കുകയാണ്, അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഹൈറായ മഴ വർഷിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് ഹൈറായ മഴ വർഷിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക കുന്ത ഗഫാറ അർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. അല്ലാഹു നല്ല മഴ ഞങ്ങൾക്ക് നീ വർഷിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്രയോ കുടുംബങ്ങൾ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. കിണറുകളൊക്കെ വറ്റി വരണ്ടു, തടാകങ്ങളിൽ വെള്ളമില്ല, വെള്ളത്തിന്റെ സ്രോതസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഏറ്റവും വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണ് വെള്ളം നൽകുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മരിച്ചതിന് ശേഷം ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്നതായ ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് ഔ അജറാ നഹറാ, വെള്ളമൊഴുകുന്ന സൗകര്യത്തിന്, നദിയുടെ നടത്തിപ്പിന് നീ സൗകര്യം ചെയ്തു കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. നദിയുടെ സൗകര്യം പോയിട്ട് വീട്ടിലേക്ക് വണ്ടി കയറ്റാനുള്ള സൗകര്യമെങ്കിലും നമ്മുടെ നാട്ടുകാർ ചെയ്ത വലിയ കിട്ടലാണ്. പല വീടുകളിലെ അവസ്ഥ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു വണ്ടി അങ്ങോട്ട് കയറ്റാനുള്ള സൗകര്യം പോലും ഇല്ല. എല്ലാവരും അക്കച്ചക്ക. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാല് വണ്ടി അങ്ങോട്ട് കയറ്റാൻ ഒന്ന് ജസ്റ്റ് ഒരടി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ആ മതിലൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ ഇവർക്ക് സുഖമായിട്ട് അവരുടെ വണ്ടി വളച്ചുകൊണ്ട് പോവാം. ആ ഒരു മസിൽ പിടുത്തം കാരണം ഇങ്ങനെ കറക്റ്റ് ത്രികോണമായിട്ട് കറക്റ്റ് വെച്ചിരിക്കുകയാണ്. ചതുരാകൃതിയിലെ മതിൽ കിട്ടുള്ളൂ. ഹാജിയാര് ഭയങ്കര സ്കെയിൽ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നതെല്ലാം കബറിൽ കൊണ്ടുപോകും മനുഷ്യ. ഒരു വിട്ടുവീഴ്ച ചെയ്യണ്ടേ? അയൽവാസികളോട് ഒരു കരുണയോടുകൂടിയുള്ളൊരു സമീപനം ഈ ഉമ്മത്തിന് എന്നാ ഇനി ഉണ്ടാവുക? ഒക്കെ നമ്മുടെ സമുദായ മുസ്ലിമീങ്ങളാണ് ഈ വാശി പിടിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും പിടിച്ചിട്ട് എവിടെ പോകാനാണ്? നീ വെക്കുന്ന അമ്പരചുംബികളായ മണിമേടകൾ, മാളിക സൗധങ്ങളിൽ കാലാകാലം നീ വസിക്കോ? ഇന്ന് രാവിലെ കേട്ടത് ഒരു മരണ വാർത്തയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കർണാടകയില് സജിപ്പ എന്ന് പറയുന്നതാകുന്ന കർണാടക മിത്തബയിൽ ഉസ്താദ് ജബ്ബാർ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ മഖാമിന്റെ പരിസരത്ത് അതിന്റെ സബ്ബായിട്ടുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ പോയി പ്രസംഗം നടത്തി. അന്ന് എന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടതാകുന്ന അമീർ അർഷദി എന്ന് പറയും പേരുള്ളതാകുന്ന ഉസ്താദ്, അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ഇന്ന് രാവിലെ അറിയുന്നത്. ചെറിയ പ്രായം, 40 വയസ്സിൽ താഴെയുള്ള ചെറിയ പയ്യൻ, 2 കിഡ്നിയും ട്രബിളിലാണ്. അദ്ദേഹത്തിന് വീടിന്റെ ഉദ്ഘാടനം, നാട്ടുകാരൊക്കെ കൂടി വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഇനിയിപ്പോ സ്വന്തമായൊരു വീട് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് കരുതി നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് നല്ല ഒരു വീട് വെച്ച് റെഡിയാക്കി കൊടുത്തു. ആ വീടിന്ന് രാവിലെ കുടിയിരിക്കലാണ്, വീട്ടിലേക്ക് കയറി താമസിക്കലാണ്. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി അറ്റാക്ക് വന്നു. രാവിലെ അദ്ദേഹത്തിന്റെ ജനാസയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തിയത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ മഹലിലെ ഖതീബ് ഉസ്താദാണ്, സദർ ഉസ്താദാണ്, എല്ലാമാണ്. ചെറുപ്പക്കാരനായ വ്യക്തി. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ കെട്ടിപ്പടുക്കുന്നതിനകത്തളങ്ങളിൽ നമ്മൾ പോയി താമസിക്കുമെന്ന് എന്ത് ഉറപ്പ്? അതുകൊണ്ട് അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധുക്കളോടൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യും. വെറുതെ ഇങ്ങനെ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ഞാനിതെല്ലാം കൊണ്ടുപോകും, എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇതൊക്കെ തിന്നു തീർക്കുന്ന ഒരു സമുദായമായി ഈ സമുദായം മാറുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത് ശാശ്വതമായ ജീവിതമല്ല എന്ന ഉറപ്പ് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഇത് ശാശ്വതമല്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വരണം. ഒന്നുമില്ലാത്തവനല്ല ഈ കാണിക്കുന്ന അക്രമമൊക്കെ.
അയൽവാസികളുടെ ജനാസ കൊണ്ടുപോകാൻ പോലും സ്ഥലമില്ല. കാസർഗോഡ് പല വീടുകളിലും പോയിട്ടുണ്ട്. പല വീടുകളിലും വഴിയില്ല, വഴി സൗകര്യമില്ല. പല വീടുകളിലെ അവസ്ഥ അതാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്സാര വിഷയമല്ല. സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല ആളുകൾ. ഇത് വലിയ പ്രശ്നമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായും അത് ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതൊന്നും നാളെ ആഖിറത്തിലേക്ക് ഇതൊന്നും കെട്ടിപ്പോഞ്ഞുകൊണ്ട് പോകൂല. ഇതുകൊണ്ടൊന്നും അവിടെ വിജയിക്കാനും പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമതായി ഖബറിൽ മനുഷ്യന് പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ കാര്യം ഔ ഹഫറ ബിഅറാ, ജനങ്ങൾക്ക് ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്ത് കുടിവെള്ള സാധ്യത നിലനിർത്തുന്ന പ്രവർത്തനവുമായി ഏതൊരു വ്യക്തി നിലകൊള്ളുന്നുണ്ടോ, ഏതൊരു സഹോദരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങി തിരിക്കുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും അവർക്ക് ഖബറിൽ കടക്കുമ്പോ സന്തോഷത്തിന്റെ നാളുകളാണ്. അവർ മുഖേന ഇതാ കിണർ കുഴിക്കപ്പെട്ടില്ലയോ, അത് കാരണമായിട്ട് അവർ ഖബറിൽ കടക്കുമ്പോഴും അവർക്ക് സന്തോഷത്തിന്റെ നാളുകളാണ്, ആഹ്ലാദത്തിന്റെ നാളുകളാണ്. എന്നെന്നും പ്രതിഫലം കിട്ടുകയാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ അവർക്ക് കരുണ ചൊരിയുകയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ ആവശ്യമുള്ളതാകുന്ന ആളുകൾക്ക് അവർ കുടിവെള്ളത്തിന്റെ സൗകര്യം ഏർപ്പെടുത്തി നല്ല മനോഹരമായ കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണറിലൂടെ ആളുകൾ സുലഭമായി വെള്ളം ലഭിക്കുന്നു, കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഒളു ചെയ്യുന്നു, അവർ കുളിക്കുന്നു, അവർ അംഗസ്നാനം ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നു. അത് കാരണമായി അവർക്ക് കാലാകാലം പ്രതിഫലം നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ വഫാത്താകുന്ന സമയത്ത് സ്ഥലമില്ല, സമയത്ത് സ്ഥലത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അദ്ദേഹം പിന്നീട് വന്നുകൊണ്ട് പറയുന്ന ഒരു വചനം ഹദീസുകളിൽ കാണാം. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി റസൂലേ, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആവശ്യമുള്ള ഘട്ടമാണ്, മരുഭൂമിയിലാണ്, വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ കേഴുന്ന സമയമാണ്. നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് നിമിത്തമായി ആ സ്വഹാബി വര്യൻ ഉമ്മാക്ക് വേണ്ടി നല്ല ഒരു കിണർ കുഴിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, കാലാകാലം പ്രതിഫലം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ. ഉസ്താദ് അവர்கள் എഴുതി തന്ന നമ്മുടെ റെയിൽവേ ഗേറ്റിന് സമീപം ബീച്ചേരി അൽഹുദ യൂത്ത് ടീമിന്റെ പ്രവർത്തകർ എല്ലാ ദിവസവും യാത്രക്കാർക്കും മറ്റും കുടിവെള്ളവും വിപുലമായി അൽഹംദുലില്ലാഹ് തണ്ണീർപ്പന്തലൂടെ നൽകി വരികയാണ്. ആളുകൾക്ക് കുടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ കഠിനമായ ചൂടുള്ള സമയത്ത്. അൽഹംദുലില്ലാഹ് അള്ളാഹു ആ പ്രവർത്തകരെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹുദയുടെ യൂത്ത് ടീമിനെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്ര നല്ല പ്രവർത്തനം. അവരെ അതിനെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ. അതാണ് മക്കൾ നന്മയുടെ പൂക്കൾ. അത്തരത്തിലുള്ള മക്കൾ വരണം. എന്നാൽ ഈ സമൂഹത്തിനും സമുദായത്തിനും നാടിനും ഗുണകാംശകരായി വർത്തിക്കും. ആളുകൾ വിശക്കുമ്പോൾ അവർക്ക് അവർക്ക് വിശപ്പൂട്ടുക, നല്ല ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്ന സമയത്ത് അവർക്ക് നല്ലതുപോലെ വെള്ളം കൊടുത്ത് വയറ് നിറപ്പിക്കുക. ഇശ്ബാഉൽ ജാഇ വ ഇർവാഉൽ ലംആനി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ഹുബ്ബിബ ഇലൈക്കും മിൻ ദുനിയാകും യാ ഉസ്മാൻ. ഉസ്മാനെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളൊന്ന് പറയുമോ? അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇശ്ബാഉൽ ജാഇ, വിശക്കുന്നവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രണ്ടാമതെന്താ ഉസ്മാനെ? ഇർവാഉൽ ലംആൻ, ദാഹിച്ച് പരവശനായി നിൽക്കുന്ന ആളുകൾക്ക് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കൽ, ദാഹശമനം തീർക്കലാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. മൂന്നാമത്തത് എന്താ ഉസ്മാനെ? വസ്ത്രമില്ലാതെ നടക്കുന്നതായ സാധുക്കളായ ആളുകളുണ്ട്, അവർക്ക് നല്ല വസ്ത്രം നൽകിക്കൊണ്ട്, അവർക്ക് പുടവ നൽകിക്കൊണ്ട് ആദരിക്കലാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇക്സാഉൽ ആരി, ഇക്സാഉൽ ആരി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം ധരിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, 3 പറഞ്ഞു. ആ 3 സാധുക്കളെ സഹായിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട
അപ്പൊ ഈ നമ്മുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ചെയ്യുന്ന നന്മകൾ നിസ്സാരമല്ല, ഏറ്റവും വലിയ നന്മയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേയിലും ഒക്കെ പല സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ സമയങ്ങളിൽ വെള്ളം കൊടുക്കുന്നു, സംഭാരം കൊടുക്കുന്നു, മോരുവെള്ളം കൊടുക്കുന്നു, സ്നേഹം പങ്കിടുന്നു. സംഘടന വളർത്തുന്നതിനപ്പുറം അത് കൊടുക്കുന്നത് വലിയൊരു മാനവികമായ സന്ദേശമാണ്. ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി കൊണ്ട് ആളുകളുടെ വിശപ്പും ദാഹവും അകറ്റുക. ജുമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തകരൊക്കെ അങ്ങനെ കടന്നു വരണം. സമ്പത്തുള്ളതാകുന്ന മഹല്ലിലെ അംഗങ്ങളൊക്കെ ഒരു 3000 രൂപ മുടക്കിയാൽ റാഹത്തായിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു വെള്ളം ജുമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ഉപ്പിട്ട വെള്ളം കൊടുത്താൽ മതി. മധുരം ഇടുമ്പോഴേ വിഷയമുള്ളൂ, ഷുഗറാണ് അതാണ് ഇതെന്നൊക്കെ പറയുന്നു. ഇതൊരു കുഴപ്പമില്ല. വിയർപ്പ് കൊണ്ട് കാരണമായിട്ട് വെള്ളം ധാരാളം നിർജ്ജലീകരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉപ്പിട്ടതാകുന്ന നാരങ്ങ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്ക് റാഹത്തായിട്ട് ഒരു ഗ്ലാസ് ചെറിയ തണുപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ല റാഹത്ത്. വേഗം പള്ളിയിലേക്ക് തന്നെ വീണ്ടും കയറും. ഇപ്പൊ ഏത്തിക്കാഫ് കൂടിയിരിക്കുകയാണ്. കാരണം എന്താ? പള്ളിയല്ലേ AC ആണ്, അതുകൊണ്ട് പുറത്തോട്ട് പോകുന്നില്ല പിള്ളേരൊക്കെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ AC ഇടുമ്പോൾ ഉമ്മ വന്ന് ഓഫ് ചെയ്യും, വാപ്പ വന്ന് ഓഫ് ചെയ്യും, കറണ്ട് ബില്ല് കൂടുമെന്ന് പറയും. പള്ളിയിലാകുമ്പോൾ മസല പല ഉസ്താദുമാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, പള്ളി ഏത്തിക്കാഫിരിക്കുന്നവർക്ക് സൗകര്യം ചെയ്യണമെന്ന്. അതുകൊണ്ട് എപ്പോഴും പള്ളിക്കകത്ത് ഇറങ്ങുന്നില്ല, നിസ്കാരം കഴിഞ്ഞ് പോകാൻ ഇറങ്ങുന്നില്ല. മുമ്പ് സുബ്ഹാനല്ലാഹില്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല, ഒരു വിക്റും ഇല്ല. ഇപ്പൊ എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖതീബ് പോകാൻ നിൽക്കുമ്പോഴും ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, ഇല്ല ഉസ്താദെ കുറച്ചും കൂടെ ഓതാവുണ്ടെന്ന് അവനവിടെ ഇരിക്കുകയാണ്. ആയിക്കോട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീങ്ങൾ ചേർക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. കാരണം പള്ളികളൊക്കെ AC വൽക്കരിച്ചു. അത് വേണം കേട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്നതായ സഹോദരങ്ങൾ, മഹല്ല് ഭാരവാഹികൾ, പ്രത്യേകിച്ച് ലൈവിലൂടെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, മഹല്ല് നിവാസികൾ. നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിന് ഖുശൂ വരണമെങ്കിൽ നിർബന്ധമായും നല്ല റാഹത്തായി നിസ്കരിക്കണമെങ്കിൽ എയർ കണ്ടീഷൻ വേണം. മറ്റേത് തലയിങ്ങനെ വിയർത്തിട്ട് ആ വിയർപ്പിന്റെ കണികൾ ശരീരത്തിലൂടെ അവന്റെ തുടയിലൂടെ ഇങ്ങനെ മുസലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ടെൻഷൻ മുഴുവൻ അങ്ങനെ. ആ നിസ്കാരത്തിന്റെ എല്ലാ ഖുശൂവും ഭയഭക്തിയും ശ്രദ്ധയും ഒക്കെ പോയിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണല്ലോ മക്കത്തും മദീനത്തും മറ്റുള്ളതാകുന്ന സൗദി അടക്കമുള്ള രാജ്യങ്ങൾ, ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും സൗദിയിലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും അറബ് രാജ്യങ്ങളിലൊക്കെ പോയി നമസ്കരിക്കുമ്പോൾ പല ആളുകളും പ്രവാസികളും പറയും, ആ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ത് രസമാ. കാരണം നല്ല എയർ കണ്ടീഷൻ ചെയ്ത് നല്ല ബുഹൂറൊക്കെ പോയിച്ച് നല്ല റാഹത്ത്. പിന്നെ പിരിവും കൊടുക്കണ്ടല്ലോ. ഇവിടെ ആമ്പഴയിൽ ഇറങ്ങുമ്പോൾ ബക്കറ്റ് ഇരിക്കുന്നു, അവിടെ ആകുമ്പോൾ റാഹത്തായിട്ട് സുജൂതി കിടക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷം, നല്ല ആനന്ദം, നിസ്കരിക്കാൻ വളരെ റാഹത്ത്. ഇവിടെ നിസ്കരിച്ച് സുജൂതി എഴുന്നേക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടെ പെട്ടി പോവാണ്. ആ പെട്ടിക്കകത്തോട്ട് പൈസ ഇട്ടില്ലെങ്കിൽ ആളുകൾ പറയും ഒരു ഹംക്കാന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ഇടണം. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് പിന്നെ പോവില്ല. ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഖതീബ് പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും പിരിച്ചു വാങ്ങും. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് പോവില്ല. എന്നിട്ട് എപ്പോഴും എല്ലാവരും മധു പറയുന്നത് എന്താ? സൗദി പോയാൽ നല്ല റാഹത്താണ്, ഒമാനി നിസ്കരിക്കാൻ നല്ല റാഹത്താണ്. ആ റാഹത്തിനോടൊപ്പം എന്തുകൂടിയുണ്ട്? എയർ കണ്ടീഷൻ ചെയ്തതാ, നല്ല സെൻട്രലൈസ് ചെയ്തിട്ടുള്ളതാകുന്ന പള്ളികളാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ നല്ല റാഹത്താണ്. ആ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകുന്നില്ല. നല്ല ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ സംവിധാനിച്ച മഹല്ല് പരിപാലകരുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. അവരെ സഹായിച്ചിട്ടുള്ള പ്രവാസികളും നാട്ടുകാരുമായ സഹോദരങ്ങളും മോമിനീങ്ങളും ഉണ്ട്. എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതൊക്കെ വലിയ പുണ്യമാണ്, നിസ്സാര കാര്യമല്ല. നമ്മുടെ നിസ്കാര റൂമുകളൊക്കെ വീടിനകത്തലങ്ങളിൽ AC ആക്കണം. അപ്പൊ നല്ല റാഹത്തായിട്ട് അതിനകത്ത് ഇത്തിക്കാഫിരിക്കാം, നല്ല റാഹത്തായിട്ട് ഇബാദത്തായിരിക്കാം. സഹോദരിമാരൊക്കെ ഖുർആൻ ഓതിക്കൊണ്ട് അല്പസമയം ഇരിക്കും. മറ്റത് ഉറങ്ങുന്ന റൂമിൽ കൊണ്ട് വെച്ചിരിക്കാം. അപ്പൊ എന്തായി? കൂടുതൽ സമയം അവിടെയാണ് പിന്നെ ഇരുത്തം. ആ ഇരുത്തം കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ചാഞ്ഞ് കടക്കലായി, പിന്നെ മൊബൈൽ നോക്കലായി. അപ്പൊ പതുക്കെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം പലതിലേക്കും കയറും. കാരണം ഉറങ്ങുന്ന റൂമിൽ അരണ്ട വെളിച്ചമാണ്, വേറെ ലൈറ്റാണ് സെപ്പറേറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രകാശം പരത്തുന്ന ട്യൂബ് ലൈറ്റുകൾ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഉറങ്ങാനുള്ള സാഹചര്യമാണ്, അതിന് പറ്റുന്ന കർട്ടനാണ്. ഇതങ്ങോട്ട് ഇട്ടിട്ട് റാഹത്തായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരും, പതുക്കെ അങ്ങ് ചെരിയും. പിന്നെ ഫേസ്ബുക്കായി, ഇൻസ്റ്റഗ്രാമായി, യൂട്യൂബായി, പലവിധ കാഴ്ചകളായി ഇസ്ലാമിക ആദർശങ്ങളൊക്കെ വിട്ടുപോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നേരെ മറിച്ച് ആ നിസ്കാരമുറിക്കകത്താണെങ്കിലോ നല്ല റാഹത്തായിട്ട് കുറച്ചു നേരം കൂടെ അവിടെ കസേരയിട്ടിരിക്കും, ഖുർആൻ ഓതും. ആ മുറിയുടെ മഹത്വം മാനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ആവശ്യമായ തലത്തിലേക്കൊന്നും പോകൂല, വിക്ർ ചൊല്ലും. കുറച്ചുകൂടി സമയം നമ്മൾ അതിന് ചെലവഴിക്കും. അങ്ങനെ മാറണം. അങ്ങനെ മാറിയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സാന്ദർഭമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. 3 കാര്യങ്ങളാണ് എണ്ണിയത്. മരിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് ഖബറിൽ കൂലി കിട്ടുന്നതായ 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഇൽമു പഠിച്ചാൽ അതിന് എന്നെന്നും ശാശ്വതം അവന് പ്രതിഫലമാണ്. ആ ഇൽമു പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഏതൊരു ആലിമുണ്ടോ, ഏതൊരു മുതഅല്ലിമുണ്ടോ, അവന് സന്തോഷമാണ് ഖബറിലെന്ന് ഹബീബ് റസൂലുള്ളാഹി. രണ്ടാമതായി പഠിപ്പിച്ചു, നല്ല രീതിയിൽ നദിയുടെ
സൗകര്യം നീ ഒരുക്കിയാൽ, വെള്ളത്തിന്റെ നടത്തിപ്പിന്, സുഗമമായ നടത്തിപ്പിന് നീ കാരണക്കാരനായാൽ നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലമാണ് അതിലൂടെയുള്ളത്. തീർന്നില്ല, റസൂലുള്ള പഠിപ്പിക്കുന്നു, ഒരു കിണർ നീ കുഴിച്ചു കൊടുത്താൽ അതിലൂടെ നിനക്ക് പ്രതിഫലമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നാലാമത്തത്, ഒരു ഈന്തപ്പനയെങ്കിലും നീ നട്ടാൽ നിനക്ക് കാലാകാലം പ്രതിഫലമാണ്, ഖബറിൽ സന്തോഷമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളും നമ്മളും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തൈ നട്ടിട്ടുണ്ടോ? ഒരു ചെടി നമ്മൾ ഇന്ന് വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ വെച്ചതാകുന്ന പ്ലാവാണ്, അതാണ് ഈ കായ്ച്ചു നിൽക്കുന്ന ചക്ക. ഞാൻ പണ്ട് വെച്ചതാകുന്ന മാവാൻ, അതിലൂടെയാണ് ഇപ്പൊ ഈ മാങ്ങ ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്നത് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഈ സദസ്സിലുണ്ടോ? ബാപ്പായ വല്യപ്പായ രണ്ടൊക്കെ വെച്ച മാവ തൈയിരിക്കുന്നത്, അരണ്ട് പണ്ടുള്ള ഹാജിയാക്കാർ അരണ്ടൊക്കെ വെച്ച മാവാണ്. നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. നമ്മളിതിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇത് പെരയിലേക്കൊന്ന് ചാനിക്കുന്ന കാണുമ്പോൾ ഇതങ്ങോട്ട് വെട്ടിക്കളയുക. നല്ല സുഖമുണ്ട്, റാഹത്ത്. മാങ്ങ ഇങ്ങനെ റാഹത്തായിട്ട് പിടിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ ചെത്തിപ്പൂളി ജ്യൂസ് അടിച്ചു അല്ലാതെ തിന്നു ഒക്കെ നല്ല റാഹത്തായിട്ട് ഇരിക്കുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമ്പോൾ അതിനെ വെട്ടിക്കളയുക. ഈ വെട്ടിക്കളയുന്നതിന് പകരമായി ഒരു 10 എണ്ണം വെക്കണം. ഇന്ന് വരെ വെച്ചിട്ടുണ്ടോ? മുൻഗാമികളാകുന്ന ആരോക്കെ നട്ടുവളർത്തിയിട്ടുള്ളതാകുന്ന സംവിധാനങ്ങളിൽ ആസ്വദിക്കുന്നവരാണ് നമ്മളോ നമ്മുടെ മക്കളോ ഈ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി എന്ത് വെച്ചിട്ടുണ്ട്? ആലോചിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില മരങ്ങളൊക്കെ നമുക്ക് തണലിട്ട് തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അൽഹംദുലില്ലാ ആരോ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാം സംവിധാനിച്ചു, ഒക്കെ പടച്ചോൻ തന്നെ കൊണ്ടുവന്ന് വെച്ചല്ല. അതൊക്കെ പഴയ ആളുകൾ കൊണ്ടുവന്ന ആ വഴിയോരങ്ങളിൽ വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളായിട്ട് ഒരുക്കിയതാ. അത് ഇന്ന് വലിയ വടവൃക്ഷമായി പന്തലിച്ചു നിൽക്കുന്നു. വരുന്ന യാത്രികർക്ക് ഒരു സമാധാനം. സ്കൂട്ടർ ഓടിച്ചു പോകുന്നവർ, കാറിൽ നല്ല AC കെട്ട് പോകുന്ന നല്ല റാഹത്താൻ. അല്ലാത്ത സ്കൂട്ടറിലൊക്കെ പോകുന്ന ആളുകൾക്ക് തണൽ മരങ്ങൾ വലിയ ആശ്വാസമാണ്. കുറച്ചു നേരം അവിടെ നിൽക്കും, ഫോണൊക്കെ വന്നാലൊന്ന് വണ്ടി ഓഫ് ചെയ്ത് മാറി നിന്നിട്ടൊന്ന് ഫോൺ വിളിക്കും, ഒരാശ്വാസം. ആ ഇടയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ശിഖരങ്ങളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ഒന്നുകൂടി മനസ്സിനൊരു ശാന്തത. നോക്കൂ, ഇതൊക്കെ മുൻഗാമികൾ സമ്മാനിച്ചതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുന്നതല്ലാതെ നമ്മുടെ ഈ ആയുസ്സിൽ എന്തെങ്കിലും ഒന്ന് വെച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പ് വന്നാൽ പോലും നിന്റെ കയ്യിൽ ഒരു ചെറിയുടേതാകുന്ന തൈയുണ്ട്, ഒരു ചെടിയുടേതാകുന്ന ചെറിയ തൈകൾ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ നീ നിലത്തിട്ട് കുഴിച്ചിടണേ. അത് നാളെയുടേക്ക് വേണ്ടി അത് കിളിർക്കോ ഇല്ല, തളിർക്കോ ഇല്ല, അത് പരിപൂർണമായി നശിച്ചു പോകുമെന്ന് ഉറപ്പാണ്. നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പായാൽ പോലും അത് നീ നടണേ എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാളെ ഖിയാമത്ത് നാളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നാളെ ലോകം അവസാനിക്കും. പിന്നെ ഇന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ, നാളെ എന്തായാലും തീരാൻ പോകണം, എല്ലാം തീരും, ഇതൊക്കെ മൊത്തം തകരും എന്നാണെങ്കിൽ പോലും ആ ഒരു സെക്കൻഡ്, ഒരു ദിവസത്തിൻ്റെതാകുന്ന പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് ചെറുതല്ല. വെച്ചുകൊള്ളിന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്ര മഹത്തരമായി പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാമിൽ വൃക്ഷലതാദികൾ, സസ്യലതാദികളൊക്കെ നടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പഴയ കാലത്തൊക്കെ തെങ്ങിന്റെ തൈകൾ നടും, മാവ് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ നടുന്ന പരിപാടിയുണ്ട്. ഇന്നിപ്പോ അതൊക്കെ വെട്ടി ജ്യൂസ് അടിക്കുന്നതല്ലാതെ ആരാ സഹോദരങ്ങൾ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? അതൊന്ന് കൃഷി ചെയ്യാനായിട്ട് ആരെങ്കിലും സംവിധാനം ഒരുക്കുന്നുണ്ടോ? സഹോദരിമാർ ഒരുപാട് പേര് അൽഹംദുലില്ലാ പൂന്തോട്ടം ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. നല്ല റാഹത്തുള്ള വ്യത്യസ്തമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, വീടിന്റെ പരിസരങ്ങൾ അത്തരത്തിലുള്ള എപ്പോഴും നല്ല പുഷ്പിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരെ ഒന്ന് സഹായിക്കാനും നമ്മൾ കൂടണം. ആണുങ്ങളെന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഐഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, എപ്പോഴും കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടുകാരെ പരിചരിച്ച് അവരുടെ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. വഇദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ പള്ളിയിലേക്ക് പോകും. അല്ലാത്ത സമയത്ത് എപ്പോഴും കുടുംബത്തോടൊപ്പം ഉണ്ടാവും. അവരെ സഹായിക്കും, അടുക്കളയിൽ അവരെ സഹായിക്കും, പൂന്തോട്ടങ്ങളിൽ അവരെ സഹായിക്കും, വീടിന്റെ ഒരു ആവശ്യഘട്ടങ്ങളിൽ എന്ത് വേണോ അതിനൊക്കെ ചെയ്യും. ഹദീസിലുണ്ടല്ലോ, ഇദാ സ്വല്ലൽ അസ്റ ദവറ അലാ നിസാഇഹി, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ നബി തങ്ങൾ ഭാര്യമാരുടെ അടുക്കലൊക്കെ പോകും. എന്നിട്ട് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും. മഗ്രിബ് ആകുമ്പോൾ തിരിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് വരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കൻ? നമ്മൾ അങ്ങനെയാണോ ഓർക്കിൻ? സഹോദരങ്ങളെ, ഭർത്താക്കന്മാർ ചിന്തിക്കൻ, ഉപ്പമാര് ശ്രദ്ധിക്കൻ. അപ്പൊ വീട്ടുകാരോടൊപ്പം അതിന് സമയം ചെലവഴിക്കണം. ഇപ്പൊ മുഖ്യമന്ത്രി അടക്കം ഫേസ്ബുക്കിൽ 2-3 പ്രാവശ്യമായിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അതികഠിനമാകുന്ന ചൂടാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഇറങ്ങരുത്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കണേ. സൂര്യാഘാതം ഏൽക്കുമേ. ഓരോ ജില്ലകളിലും, നമ്മുടെ ജില്ലകളടക്കം എത്ര ആളുകളെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ഇന്ന് തന്നെ 10-ലധികം ആളുകൾക്ക് സൂര്യാഘാതം ഏറ്റത് റിപ്പോർട്ട് വന്നിരിക്കുന്നു നമ്മുടെ ജില്ലയിൽ. പരിസരത്തുള്ള ജില്ലകളിലും ഇതിന് വ്യത്യസ്തമല്ല. പാലക്കാട് ജില്ല 40 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു ചൂട്. അല്ലാഹു നമുക്ക് സമാധാനം നൽകട്ടെ. അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം കഴിയുന്ന ചൂടിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ നല്ല തണൽ മരങ്ങൾ നമ്മുടെ കൈകൾ കൊണ്ട് നടാൻ, അടുത്ത ഒരു തലമുറയ്ക്ക് ആശ്വാസം പകരാൻ. അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചൂട് വർദ്ധിക്കുന്നത് എന്ന് ശാസ്ത്ര നിരീക്ഷണം നടത്താൻ അവർ പറയുന്നു. വണ്ടിയിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുക, അത് വല്ലാതെ ദുരിതമുണ്ടാക്കുന്നു. അന്തരീക്ഷ മലിനീകരണം, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്നതാകുന്ന പുകകൾ, ഇതൊക്കെ നമ്മുടേതാകുന്ന അന്തരീക്ഷങ്ങളിൽ ചൂട് വർദ്ധിക്കാൻ കാരണമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിനപ്പുറം ഏറ്റവും കൂടുതൽ ചൂട് കൂടാൻ കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞതാണ്, ഞാൻ എന്റെ വാക്കല്ല. ഇത് വിശ്വസിക്കേണ്ട ആളുകളാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. യഥാർത്ഥ മുത്തഖി, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാകണം. നാളെ നരകമുണ്ട്, മഹ്ശറയുണ്ട്. നാളെയുടെ ലോകത്തെ കുറിച്ച് കൃത്യമായി ഖുർആൻ അടയാളപ്പെടുത്തുമ്പോ അതിനെ കളിച്ച് തമാശിച്ച് രസിച്ച് തള്ളിവിടുന്നവനല്ല. നരകത്തിന്റെ നിശ്വാസം, നരകം പുറത്തേക്ക് ഊതുന്നതാണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ചൂട് സമയത്ത് ചൂട് വർദ്ധിക്കാൻ കാരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല, വിഷയത്തിൽ നിന്ന് പോകും. അതൊക്കെ ഏറ്റവും വിശാലമായി പറയേണ്ടതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാറുക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹരി ജഹന്നമ. കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് സ്വഹാബ ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചൂട്, ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഉഷ്ണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. നിങ്ങൾ ഈ ദുനിയാവിൽ കത്തിക്കുന്നതാകുന്ന തീകളും, ഈ ദുനിയാവിൽ നിങ്ങൾ ആസ്വദിക്കുന്നതും, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായ ചൂടുണ്ടല്ലോ, ഇത് നരകത്തിന്റെ 70 ചൂടുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ 70% നിന്ന് കേവലം ഒരു പാർട്ട് മാത്രമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫളിലത അലൈഹിന്ന 69 ദറജ. ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ സഹോദരി, സഹോദരി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, അധ്യാപനമാണ്. ഉഖിദന്നാറു അൽഫസന. 1000 വർഷമാണ് നരകത്തെ സൃഷ്ടിക്കാനെടുത്തത്. 1000 വർഷം നരകത്തിൻ്റെതാകുന്ന സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ വല്ലാതെ ചുവന്നു തുടുത്തതാകുന്ന നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ആജ്ഞാപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ സൃഷ്ടിക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. നരകത്തെ വീണ്ടും കത്തിക്കുകയാണ്. 2000 വർഷം നിരന്തരമായി രാവും പകലും നരകത്തെ കത്തിച്ചപ്പോ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി. ഹത്തബിയല്ലത്ത്, ചുവപ്പ് മാറി വെളുപ്പ് നിറമായി എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിർത്തിയില്ല അല്ലാഹു. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്, നരകത്തെ കത്തിക്കുകയാണ്, കത്തിക്കുകയാണ്. അതിന്റെ നിറം മാറുകയാണ്, ചുവപ്പ് മാറി
വെളുപ്പിലേക്ക് എത്തിയതാകുന്ന നരകം വീണ്ടും ആ വെളുപ്പ് മാറി കറുപ്പിലേക്ക് എത്തിയത്രേ. വഹിയ സൗദാഉൻ മുളിലിമാ. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയക്കുന്നതായ ഇരുൾ മുറ്റപ്പെട്ടതാകുന്ന ഭയാനകമാകുന്ന രൂപത്തിലേക്ക്, കറുകറുത്ത രൂപത്തിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റിക്കളഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നതായ ചൂടില്ലയോ, നരകത്തിന്റെ 70 ചൂടുകളിൽ 70% ചൂടുകൾ ഒരു ചൂട് മാത്രമാണ് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യ മാനവാ, 30 ഡിഗ്രി 37 ഡിഗ്രി 40 ഡിഗ്രി ചൂട് വരുമ്പോ വിയർത്തു പ്രയാസപ്പെടുന്നതായ സഹോദരിമാരെ, ഉറക്കമില്ലാത്ത കുട്ടികളുമായി പുറത്തിറങ്ങി നിൽക്കുന്നതായ രക്ഷിതാക്കളെ, 16 കോടി കിലോമീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് തീ തുപ്പുന്നതാകുന്ന സൂര്യന്റെ താപം കൊണ്ട് ഈ പാതിരാത്രിയോടെടുക്കുന്നതാകുന്ന ഈ സമയത്ത് പോലും അതിശക്തമായ ചൂടുകൊണ്ട് വിയർപ്പൊഴുക്കുന്നതായ സമൂഹമില്ലേ? നരകത്തിന്റെ ചൂടിനെ പറ്റി ഒന്ന് ചിന്തിക്കണേ സഹോദരാ. ഫുള്ളിലത് അലൈഹിന്ന 69 ദറജാ. നരകത്തിന്റെ ചൂടിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഈ ദുനിയാവിലെ ചൂട് കേവലം 1% മാത്രമാണ് എങ്കിൽ 70 ബാക്കിയുള്ള 69% ചൂടും നാളെ നരകത്തിന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് പറയുകയാണ്, ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് അത് നിങ്ങൾക്ക് ശമിക്കാൻ ഒരു അമല് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. ഫഅബ്രിദൂഹാ ബിസ്സലാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്തിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാര കർത്താവായ അല്ലാഹുവിനെ ആരാധിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങടേ, ഇറങ്ങടേ. ഒരു വഖത്ത് പോലും നമസ്കാരം മുസ്ലിമേ മുസ്ലിമത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ, ഖലാക്കരുതേ. ഫഅബ്രിദൂ ബിസ്സലാ. നമസ്കാരം കൊണ്ട് നിങ്ങൾ ഈ ചൂടിനെ തണുപ്പിക്കണേ, തണുപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വേറൊന്നും കൊണ്ടും തണുക്കാൻ പറ്റൂല. നിസ്കാരം കൊണ്ടാണ് നിങ്ങൾ തണുപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും എല്ലാത്തിനും പരിപൂർണമായി ചൂട് വർദ്ധിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭൂമിയും ചൂട് വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ തണുത്ത് റാഹത്താകണമെങ്കിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തോ എന്നാ പറഞ്ഞതിനർത്ഥം. പടച്ചവനെ വണങ്ങിക്കോ, അള്ളാഹെ വഴങ്ങിക്കോ. അല്ലാതെ AC ഇട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ദുനിയാവ്, ഇവിടുത്തെ ആസ്വാദനം മാത്രം. AC ഉപയോഗിച്ച വേണ്ടെന്നല്ല, പക്ഷേ പടച്ചറപ്പിനെ മറക്കരുത്. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് പോകണം. ജുമുഅ ജമാഅത്തുകളൊക്കെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ സ്ത്രീകൾ അവ്വൽ വഖത്തിൽ മക്കളെ വായി നമസ്കരിക്കുന്നവരാകണം. ഉമ്മ മകളെയും ചേർത്ത് നിർത്തിയിട്ട് ളുഹറും അസറും മഗ്രിബും ഇശാഉം ഒക്കെ ഈ വെക്കേഷൻ സമയത്ത് ശ്രദ്ധിക്കണം. മദ്രസകളിൽ തിയറികൾ പഠിപ്പിക്കുന്നു, നിസ്കാരത്തിന്റെ ശുറൂത്തുകളും ആദാബുകളും പഠിപ്പിക്കുന്നു. ആ മക്കളെ കൊണ്ട് വീടിനകത്തിറങ്ങുന്ന നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ ഉമ്മമാർ തയ്യാറാകണം. വാപ്പ മകനെയും വിളിച്ചുകൊണ്ട് അവ്വൽ വഖത്തിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകണം. ഈ ചൂടിനെ തണുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അമൽ നിസ്കാരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മക്കളെ നന്നാക്കണമെങ്കിൽ മക്കൾക്ക് ചെറുപ്പത്തിലെ നിസ്കാരത്തിന് ശീലം കൊടുക്കണം. നോമ്പ് നിസ്കാരവും 7 വയസ്സെത്തുമ്പോഴേ കൽപ്പിക്കാൻ. 10 വയസ്സെത്തുമ്പോഴേ ചെയ്തില്ലെങ്കിൽ ചെറിയ ശിക്ഷാ നടപടികൾ കൊടുത്തിട്ട് മക്കളെ നന്നാക്കണം. കാരണം എന്താ, ചെറുപ്പത്തിലെയുള്ള ശീലമേ വലുതായാലും ചെയ്യുള്ളൂ. 7 വയസ്സെത്തിയിട്ട് നോമ്പിലേക്ക് വരാത്തവൻ 10 വയസ്സെത്തിയിട്ട് നിസ്കരിക്കാത്തതാകുന്ന കുട്ടി ഒരിക്കലും പിന്നെ 25ലേക്കും 40ലേക്കും നിസ്കരിക്കൂല, നോമ്പും പിടിക്കൂല. അവന് വലിയ വിഷമായിരിക്കും. കുറച്ചേരം പട്ടിണി കിടക്കൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ ആ ശീലം കൊടുക്കണം. അതാണ് പരിശുദ്ധ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മക്കളെ നന്നാകാൻ ഏറ്റവും ഉപകരിക്കുന്ന അമലാണ് നിസ്കാരം. ഒരു വഖത്ത് പോലും ഒഴിവാക്കരുത്. പല ആളുകളും പറയും മക്കളെ കഞ്ചാവിനടിമയാണ്, ലഹരിക്കടിമയാണ്, MDMA ഉപയോഗിക്കുന്നു, LSD ഉപയോഗിക്കുന്നു. സാധ്യത കഴിഞ്ഞ ആഴ്ച എക്സൈസ് ഉദ്യോഗസ്ഥർ എന്റെ കൊച്ചാപ്പയുടെ മകൻ എളാപ്പയുടെ മകനെ പിടിച്ചുകൊണ്ടുപോയി. എന്നോടൊരു സഹോദരൻ പറഞ്ഞാണ്, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കടന്നപ്പോൾ, ദൂരെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചെറിയ കുട്ടികളൊക്കെ MDMA LSD അടക്കം ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന രാസലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് വല്ലാതെ അതുമേൽ കെട്ടിമറിയുന്നതായ കാലഘട്ടം. ഒരു നാണവുമില്ല, മാനവുമില്ല. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ 5-6 പേരാണ് ഓരോ ദിവസവും ബറക്കത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ള ഏതാ ഉമ്മത്ത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണം, ഉറപ്പായി വിജയിക്കും. ലഅല്ല എന്ന പദം ഖുർആനിൽ വന്നാൽ ലഅല്ല ലിതഹഖീഖി, ഉറപ്പായും വിജയിക്കുമെന്നാണ് അർത്ഥമെന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങളുടെ ലഹരിയും നിങ്ങളുടേതാകുന്ന ഈ അശ്ലീലതയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കും. നിങ്ങൾ വിജയക്കൊടി പാറിക്കണോ? ഈ തിന്മയിൽ പരിപൂർണമായി പോകാതെ അതിൽ നിന്ന് ഒഴിവായി നിൽക്കിൻ. ഖുർആന്റെ പ്രഖ്യാപന. അങ്ങനെ പഠിപ്പിച്ചതാകുന്ന ആളുകളാണ് നമ്മൾ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു പറയാ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ മക്കളെ വിജയിക്കണോ? നിങ്ങൾ നന്മയുടെ പൂക്കളായി മാറണോ? നിങ്ങൾ ഈ തിന്മയിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി നിൽക്കണേ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് ഏറ്റവും വലിയ അപഹാസ്യനായി സമൂഹത്തിനും നാടിനും ഏറ്റവും വലിയവാകുന്ന മോശത്തരം കാണിക്കുന്നവനായി കാലാകാലം എന്നേക്കും കുടുംബത്തിന് നാണക്കേട് വർത്തിക്കുന്നവനായി നമ്മുടെ മക്കൾ മാറി. ഇതിന് അഡിക്റ്റായാൽ അങ്ങനെയാണ്. പൈസ ആദ്യം ഉമ്മാടെ പോക്കറ്റിൽ നിന്ന് വാപ്പാടെ പേഴ്സിൽ നിന്നൊക്കെ അടിച്ചു മാറ്റും, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5ാമത്തെ കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ സന്തോഷം കിട്ടുന്നതായ 5ാമത്തെ കാര്യം, ഔവറസ മുസഹഫ. എത്ര കാര്യമുണ്ട്? മൊത്തം എത്ര കാര്യമുണ്ട്? 7 കാര്യം. നമ്മളിപ്പോ എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു. ഓർക്കുന്നുണ്ട്? ഒന്ന് ഇൽമു പഠിച്ച് അതനുസരിച്ചുകൊണ്ട് ചിട്ടയായ ജീവിതം നയിച്ചു. രണ്ടാമത്തത് മറന്നുപോയി ഉസ്താദേ, ഞങ്ങൾ ലൈവ് ഉണ്ടല്ലോ, പിന്നെ വീട്ടിൽ പോയി കേട്ടോളാം. രണ്ടാമത്തത് ഒരു നദി ഒഴുകുന്നതായ സൗകര്യം ആരെങ്കിലും ഒരുക്കി, നദിക്ക് തടസ്സമില്ലാത്ത നിലയ്ക്ക് സൗകര്യം ഒരുക്കി. മൂന്നാമത്തത് കിണർ കുത്തിക്കൊടുത്തു, കിണർ കുഴിച്ചു കൊടുത്തു. 4ാമത്തത് ഒരു ചെറിയതാകുന്ന തൈ നട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഒരു ചെടി വെച്ചു കൊടുത്തു. ഇഷ്ടം പോലെ ചെയ്യണം കേട്ടോ. ഈ വാത് കേട്ടിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരും അടുത്ത ദിവസം തന്നെ നഴ്സറികളുണ്ടല്ലോ നമ്മുടെ പരിസരങ്ങളിലൊക്കെ, പഞ്ചായത്തിൽ പോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കൃഷി വകുപ്പിൽ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളാകെ പോയി വീടിന്റെ കരമൊക്കെ അടച്ചിട്ട് റാഹത്തായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഫ്രീ ആയിട്ട് കിട്ടും. അതിന്റെ ഓപ്ഷൻ സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചു. ചിലപ്പോൾ മെമ്പറുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാണും. മെമ്പർ ഈ സംഭവം സ്കീമിലൂടെ അടിച്ചെടുത്താണ്. നല്ല പൂന്തോട്ടമൊക്കെ മെമ്പറുടെ ഭാര്യ വെച്ചിരിക്കുന്നു. സംഭവം എന്താണ്? ഈ കൃഷി വകുപ്പിലൂടെ കിട്ടുന്നതായ ഓഫറിലൂടെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അവരോട് ചോദിക്കണം, ഇത് എപ്പോഴാണ് സംഭവം എന്നൊക്കെ ചോദിച്ച് നല്ല റാഹത്തായിട്ട് 1-2 തൈ. ഇനി അതൊന്നും വേണ്ട, കാശ് മുടക്കിക്കോളി. 1000 രൂപ മുടക്കിയ റാഹത്തായിട്ട് ഇഷ്ടം പോലെ സാധനം കിട്ടും. അതുകൊണ്ടൊന്ന് വീടിന്റെ പരിസരങ്ങളിലും കൊണ്ട് വെക്കും. നല്ല പിടിപ്പിക്കുക, മക്കളെ കൊണ്ടും പിടിപ്പിക്കുക, നമ്മളും പിടിക്കുക, ഭാര്യയും വെക്കുക, ഭർത്താവും വെക്കുക. ഓരോ ദിവസം കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആരെയാ നല്ല രീതിയിൽ വളരുന്നു നോക്കാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഒരു വർഷം ഒന്ന് പോയി നോക്കി എത്ര റാഹത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വഫാത്താകുന്നതിന് മുമ്പ് അതെല്ലാം ഇവിടെ ഇങ്ങനെ അതിന്റെ കായ്കനികൾ കഴിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാവും. പഴയ ആളുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള മാവുകളും പ്ലാവുകളും ഒക്കെ എത്രയാ, അതിന്ന് അതിലൂടെ കഴിക്കുന്നതായ ആഹാരങ്ങൾ എത്ര ആളുകൾ കഴിക്കുന്നു, എത്ര പക്ഷിപ്പറവാദികൾ അതിലൂടെ വന്ന് അതിന്റെ ഫലങ്ങൾ കഴിക്കുന്നു. ചെറിയ കാര്യമാണോ? ഇപ്പൊ നല്ല മാവിലും മാങ്ങ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ്. നല്ല മാങ്ങ, വെറൈറ്റി സൈസ് പല മാങ്ങകളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5ാമത്തെ കാര്യം ഔവറസ മുസ്ഹഫ. പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ വാങ്ങിച്ചെടുക്കുകയും അത് കുടുംബത്തിന് അനന്തരമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കതിലൂടെ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിച്ചിട്ട് അനന്തരമാക്കിയവരും ഖുർആൻ വാങ്ങിച്ചിട്ട് മക്കൾക്കത് പാരായണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന രക്ഷിതാക്കളുണ്ടോ, അവർക്ക് തീർച്ചയായും ഈ പ്രതിഫലം കിട്ടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതെന്റെ ഉപ്പയുടെ മുസഹഫ, ഇതെന്റെ ഉമ്മയുടെ മുസഹഫ. പറയാൻ വേണ്ടി മുസഹഫുണ്ട്, നമ്മൾ എല്ലാവർക്കും കൂടി ഉള്ളതെന്ന് പറയാം. ഈ മുസഹഫ് ആരുടെയാണ്? ഇത് ഞങ്ങളുടെ മുസഹഫ്. അങ്ങനെ പറയുന്നത്.
നമുക്ക് സ്വന്തമായ ഒരു മുസഹഫ് വരണം. ഇതെന്റെ മുസഹഫ്, ഇതെന്റെ മുസഹഫ്. ഈ മുസഹഫ് നാളെ നമുക്കെന്താണ്? ശുപാർശകനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മുസഹഫ് ഇങ്ങനെ തുറക്കുമ്പോ ഏറ്റവും കൂടുതൽ അഴുക്കുള്ളതാകുന്ന ഭാഗത ഏതാത്? യാസീൻ. കാരണം എന്താ? യാസീൻ സ്ഥിരമായി ഓതും. പിന്നെ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്. ബാക്കിയുള്ള പേജൊക്കെ നല്ല ക്ലീനാണ്, റാഹത്തായിട്ട്. കാരണം എന്താ? തൊട്ടിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. തുറന്നാലല്ലേ ഉള്ള അഴുക്ക് വരുള്ളൂ, അങ്ങോട്ട് തുറക്കേണ്ടി വന്നിട്ടില്ല. അത് പിന്നെ തുറക്കും, ആരെങ്കിലും മരിക്കണം, അപ്പൊ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് തുറന്നൊന്ന് ഓടിയങ്ങ് പോകും. പകുതി എത്തുമ്പോഴത്തേക്ക് 40 കഴിഞ്ഞ്. അപ്പൊ അതിന്റെ ഫുഡ് കഴിച്ച് ബാക്കിയോടെ വെച്ച് അടയാളം പകുതിയിലിരിക്കുക. സൂറത്തുൽ ആറാഫ് അവിടെ വരെ എത്തിയിട്ടുള്ളൂ. സ്വർഗത്തിലോട്ട് എത്തിയിട്ടില്ല, നരകത്തിലോട്ട് എത്തിയിട്ടില്ല, രണ്ടിന്റെ നടുക്കാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ. അങ്ങനെയല്ല, അത് ഫുള്ളായിട്ട് ഓതണം. അപ്പോഴാണ് എല്ലാ പേജുകളിലും നമ്മുടെ കൈ ഇങ്ങനെ ഓടിയതിന്റെ ആ ഒരു ഭാഗം കൊണ്ട്, അല്ലാതെ അഴുക്ക് പുരളൊന്നല്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മാഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് എത്തി. അല്ലാഹു അക്ബർ. എല്ലാവരും എല്ലാവരും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരുന്നോളി. തങ്ങൾ വന്നപ്പോ തന്നെ നല്ല മഴയോടുകൂടിയാണ് തങ്ങൾ വരുന്നത് തന്നെ. റഹ്മത്ത്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ. ആകാശ ലോകത്ത് നിങ്ങൾക്ക് ഇറക്കി നൽകുന്നതായ മഴ ബറക്കത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിക്കാൻ. ഞാൻ നീട്ടുന്നില്ല കേട്ടോ, വേഗം തന്നെ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കും. ഇതൊന്ന് പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ 3 കാര്യങ്ങളോട് പറഞ്ഞു തീർന്നു. അപ്പം ഖുർആൻ നമ്മൾ അനന്തരമാക്കിയിട്ട് പോവുക. മാഷാ അല്ലാഹ്, മുസഹഫ് വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ബാക്കിയുള്ളവരത് ഓതുക. അത് നിനക്ക് എന്നെന്നും ആ ഓതുന്ന കാരണം കൊണ്ട് നിനക്ക് ഖബറിലേക്ക് എന്നെന്നും ജാരിയായ സദഖയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഔ ബനാ മസ്ജിദാ, ഖബറിൽ പ്രതിഫലം കിട്ടുന്നതായ 6ാമത്തെ കാര്യമായി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു പള്ളി വെച്ചു കൊടുത്തു, പള്ളി പണിതതാകുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, സബൂനിയ ജിരീലിൽ അബ്ദി അജ്റുഹുന്ന ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷവും പ്രതിഫലം കിട്ടുന്നതായ 6ാമത്തെ കാര്യമായി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പള്ളി വെച്ചവരുണ്ടോ, മസ്ജിദ് പണിതവരുണ്ടോ, അതിനെ സഹായിച്ചവരുണ്ടോ, നിനക്ക് റാഹത്താണ്, റാഹത്താണ്, ഖബറിൽ സന്തോഷം. 7ാമത്തത് നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവലദൻ സാലിഹൻ, അവലദൻ സാലിഹാ, അവലദൻ സാലിഹാ, ഔ തറക വലദൻ സാലിഹൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. സാലിഹായ ഒരു മകനെ അവൻ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മരണപ്പെട്ടു പോയി. ഈ സാലിഹായ പൊന്നുമോൻ പൊന്നുമോള് വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതില്ലേ, നിസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിന്റെയും മിസ്ല സവാബ്, ദിക്ർ ചൊല്ലിയതിന്റെ സവാബ്, സ്വലാത്ത് ഓതിയതിന്റെ സവാബ്, എല്ലാത്തിന്റെയും പ്രതിഫലം തന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് കരുതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിൽ കടന്നാലോ പൊന്നു വാപ്പാ പൊന്നുമ്മ നിങ്ങൾക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. കാരണം ഈ ദുനിയാവിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത് നിങ്ങളുടെ വീടിനേക്കാൾ നേട്ടമുണ്ടായിട്ടുള്ളത്, നിങ്ങളുടെ വാഹനത്തെക്കാൾ നേട്ടമുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സാലിഹായ മകനാണ്, മകളാണ്. ഔ തറക വലദൻ സാലിഹാ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി ഖത്മ ചെയ്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ദ്വാരക്കുന്ന സാലിഹീങ്ങളായ മക്കളില്ലേ, ആ മക്കളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടതാകുന്ന തൃക്കരിപ്പൂരുള്ള സഹോദര സഹോദരിമാരെ, മക്കളെ സാലിഹാക്കാത്തുനിന്നോ, അവരെ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് നിങ്ങൾ കൊണ്ടുവയ്ക്കോ, ദിക്റിന്റെ സദസ്സുകളിലേക്ക് കൊണ്ടുവയ്ക്കോ. അറിയ
അറിയുമോ നിങ്ങൾക്ക് എത്രയോ മഹത്തുക്കൾ ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള കാരണം മാതാപിതാക്കളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ അന്ധനായ കുട്ടിയാണ്. 2 വയസ്സെത്തിയ സമയത്ത് ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയല്ലേ അവരെ കാഴ്ചയുടെ ലോകത്തേക്ക് എത്തിച്ചത്. അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർസിദ്ബത്തുൽ ബുഖാരി അൽ ജുഅഫി റഹ്മത്തുള്ളാഹി അലൈഹി ലോകം അറിയപ്പെടുന്നതായ പരിശുദ്ധമായ ഹദീസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം രചിച്ചവരല്ലേ. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന ഗ്രന്ഥമായി ഇമാമിങ്ങൾ ഏകോപിച്ചതല്ലേ. വഖദ് ഇത്തഫഖത്തിൽ അഇമ്മതു എല്ലാ ഇമാമിങ്ങളും ഒന്നിച്ച് ഒരേ അഭിപ്രായം പറയുകയാണ്. ഇസ്ലാമിൽ പല അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിൽ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല സംഘടനകളും പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും ഒന്നടങ്കം പറയുകയാണ് ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഗ്രന്ഥം അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതായ പരിശുദ്ധ പ്രവാചകരുടെ ഹദീസുകളാണ്. സഹീഹുൽ ബുഖാരിയാണ്. പഠിച്ചു വെക്കണേ. ഉന്നതമായ തലത്തിലേക്ക് ഞാൻ കയറാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകമറിയപ്പെടുന്ന സൂഫീസ ചക്രവാള സീമയിലെ സൂര്യ തേജസ്സായി പരിലസിച്ചിരുന്നതായ ബഹുമാനപ്പെട്ടതാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 18ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചതിന് ശേഷം ഉമ്മയതാ അനന്തരം കിട്ടിയതാകുന്ന 40 സ്വർണ്ണ നാണയം ആ മകന്റെ കുപ്പായത്തിന്റെ ഒരു ഭാഗത്ത് തുന്നിച്ചേർത്ത് വെച്ചുകൊണ്ട് മകനോട് പറയുന്നു, പൊന്നുമോനെ കളവ് പറയല്ലേ. ലോകമറിയപ്പെടുന്ന സൂഫിയായി മാറുകയാണ്. 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയി 33 വർഷം ഇൽമു പഠിച്ച് 51ാമത്തെ വയസ്സിൽ ബിരുദാനന്തര ബിരുദമെടുത്ത മഹാനുഭാവൻ ശേഷമുള്ള 40 കൊല്ലത്തോളം ദറസാണ്. വരാത്ത ഔലിയാക്കളില്ല. ശിഷ്ടകാലത്തുള്ള സർവ്വ ഔലിയാക്കളും അവരുടെ കാൽച്ചുവട്ടിലല്ലേ അവരുടെ തദ്ബീറിലല്ലേ നിലകൊള്ളുന്നത്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ എന്റെ ഉമ്മ എനിക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചതിന്റെ കാരണമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ഞാൻ എത്തിയത് എന്ന് മഹാനാകുന്നു ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വാപ്പായും ഉമ്മായും മക്കളെ എങ്ങനെ തർബിയത്ത് ചെയ്യുന്നു അതനുസരിച്ചാ നിൽക്കുക. അല്ലാതെ എന്റെ മകൻ കള്ളാണ് എന്റെ മകൻ കഞ്ചാവാണെന്ന് പറഞ്ഞ് മക്കളെ അങ്ങനെ എഴുതി തള്ളാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ചില ഇണകൾ നിങ്ങളുടെ ചില മക്കൾ അവർ തീർച്ചയായും നിങ്ങളുടെ ശത്രുക്കളാകാം. നാളെ നിങ്ങൾക്ക് എതിരിൽ ദുനിയാവിൽ തന്നെയും നാളെ മഹ്ശറയുടെ ലോകത്തും നിങ്ങൾക്ക് എതിരായി സാക്ഷി പറയുന്നവരാകാം. അതുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണേ, അവരുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് നിലകൊള്ളണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാണ്. അവരുടെ വിഷയത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ ഫഹ്ദറൂഹും, മക്കളുടെ വിഷയത്തിൽ ഒന്ന് ഗൗരവത്തോടു കൂടി ചിന്തിക്കണേ എന്ന് അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പായി ഉമ്മായി മക്കളെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ 24 മണിക്കൂർ മൊബൈൽ നോക്കിയിരിക്കുക, എന്നിട്ട് മക്കള് മൊബൈലിന്റെ ലോകത്താന്ന് പറഞ്ഞ് ഉസ്താദുമാരെ കൊണ്ട് മന്ത്രിപ്പിക്കുക. ആദ്യം നിന്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് തങ്ങൾ മന്ത്രിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം നീയാണ് ഏറ്റവും വലിയതാകുന്ന മൊബൈൽ ഭ്രാന്തൻ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ IPL കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മക്കളെ ഉപദേശിക്കാൻ പറയുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ഫഹ്ദറൂഹും അല്ലാഹ് പറയാ, മാതാപിതാക്കളെ ശ്രദ്ധിച്ചതാകുന്ന മക്കളൊക്കെ ഇവിടെ സാലിഹീങ്ങളായിട്ടുണ്ട്. അവര് ശ്രദ്ധക്കുറവ് വരുത്താതെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ട് പോലും ഉമ്മമാര് ശ്രദ്ധിച്ചതിന്റെ അടയാളമാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ലോകം കണ്ട അത്ഭുത പ്രതിഭകൾ ഈ ലോകത്ത് കടന്നു വന്നത്.
മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഈ സമുദായം അറിയണം. ഇന്ത്യ കണ്ട ഇതിഹാസ പുരുഷൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ മരണപ്പെടുമ്പോ, വാപ്പ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 5 വയസ്സാണ്. 5 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ വാപ്പ അലി ഖാൻ മരണപ്പെട്ടു പോയി. പിന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ 2 അനിയന്മാരെയും വളർത്തിയത് 3 മക്കളാണ് അലി ഖാൻ ഉള്ളത്. മൂത്ത മകൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ. ബാക്കിയുള്ളതാകുന്ന 3 മക്കൾക്കും എല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ ആത്മീയമായ വിദ്യാഭ്യാസം ആദ്യം കൊടുത്തു. ഖുർആൻ നല്ലതുപോലെ ഹിഫ്ള് ചെയ്തു ആ മക്കൾ. മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഭൗതികമാകുന്ന വിദ്യാഭ്യാസം കൊടുത്തു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചു. ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം കൊടുത്തു. അവസാനം ആ കുട്ടി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരഗതമാക്കി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് പോകുമ്പോ ഉമ്മയാകുന്ന ആബിദ ബീഗം എന്ന പ്രായം ചെന്ന ഉമ്മ മകനെ വിളിച്ചിട്ട് കൊടുക്കുന്ന ഉപദേശം ഇന്നത്തെ തലമുറയിലെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ കരുതലാണ്, ഏറ്റവും വലിയ ഉപദേശമാണ്. ആ ഉമ്മ പറഞ്ഞു, മോനെ 3 ഉപദേശം ഞാൻ നിനക്ക് നൽകുകയാണ്. ഒന്ന്, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ നീ നിലനിർത്തിയവനാണ്. അത് മറ്റൊന്നുമല്ല, തലയിൽ ഒരു തൊപ്പി, ചെറിയൊരു താടി നിനക്കുണ്ട്, അത് നീ ഒരിക്കലും വെട്ടിക്കളയരുത്. പ്രവാചകന്റെ തിരുസുന്നത്തുകളാണത്, അത് നീ ഹയാത്താക്കണം മരണം വരെ. ഒന്നാമത്തെ ഉപദേശം മകന് കൊടുക്കണം. രണ്ടാമതായി ഉപദേശം കൊടുത്തത്, മോനെ വർഷങ്ങളായിട്ട് തഹജ്ജുദ് നീ പതിവാക്കലുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ 3 മണിക്ക് മക്കളെ 3 പേരെയും വിളിച്ചുണർത്തിയിട്ട് തഹജ്ജുദ് നമസ്കരിപ്പിച്ച് ഖുർആൻ പാരായണം ചെയ്യിക്കും. ഹാഫിളീങ്ങളായ മക്കളാണല്ലോ, ഖുർആൻ ഓത്. വെറുതെ മദ്രസയിൽ പഠിച്ചു വന്നിട്ട് കാര്യമില്ല, അത് ഓതണം, വീട്ടിൽ ഓദിക്കണം വാപ്പാ ഉമ്മ, അതിലാണ് കാര്യം. അല്ലാതെ മക്കൾക്ക് കുഴിമന്തിയും കിഴിപൊറോട്ടയും വാങ്ങിച്ചു കൊടുത്ത് കറങ്ങാനുള്ള മുഴുവൻ സ്ഥലങ്ങളിലും തോന്നിവാസത്തിന് കറക്കി വിട്ടിട്ട് അവസാനം ഏതെങ്കിലും ഒരു അശ്ലീലമാക്കപ്പെട്ട യുഗത്തിലേക്ക് മക്കളെത്തിയിട്ട് പിന്നെ പരിഭവിച്ചിട്ട് കാര്യമില്ല. കൊടുക്കേണ്ട സമയത്ത് ആത്മീയത കൃത്യമായി കൊടുത്തിരിക്കണം. 3 മണിക്ക് സമയത്ത് കൃത്യമായി പ്രഭാതത്തിൽ വിളിച്ചുണർത്തി മക്കളെ തഹജ്ജുദ് നമസ്കരിപ്പിക്കുമായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവ് വാപ്പ മരിച്ചുപോയതാകുന്ന യതീമീങ്ങളായ മക്കളാണ്. ആ കടന്നുറങ്ങിക്കോ മക്കളെ എന്ന് പറഞ്ഞ് സുഖലോലുപതയിലേക്ക് കടത്താൻ അവരാര് തയ്യാറായില്ല. മരം കോച്ചുന്നതാകുന്ന തണുപ്പുള്ളതാകുന്ന ഘട്ടങ്ങളിൽ പോലും മക്കളെ വിളിച്ചുണർത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓദിച്ചു. അതുകൊണ്ട് മോനെ, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഭൗതിക വിദ്യാവാഹനത്തിന് വേണ്ടി നീ പോകുമ്പോ നിനക്ക് നൽകാനുള്ള രണ്ടാമത്തെ ഉപദേശം, തഹജ്ജുദ് മുടക്കരുത്. എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതണം നീ. മൂന്നാമത് എന്താണ് ഉപദേശം? സുന്നത്തുകളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞു. തഹജ്ജുദ് കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നിസ്കാരം നിന്റെ ജീവിതത്തിൽ മുടക്കരുത്. 5 വഖ്ത് നമസ്കാരം പരിപൂർണമായി നിലനിർത്തുകയും വേണം. ഈ ഉമ്മ കൊടുത്ത ഉപദേശം അദ്ദേഹം പരിപൂർണമായി ശ്രദ്ധ വെച്ചു. അദ്ദേഹത്തോടൊപ്പം ക്ലാസ്മേറ്റ് ആയിരുന്ന ഖമറുദ്ദീൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുമ്പോൾ കുറിക്കുന്നു, മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന സഹോദരൻ, ചെറുപ്പക്കാരനായ വ്യക്തി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മരം കോച്ചുന്ന തണുപ്പുള്ള കാലയളവിൽ എല്ലാ കൂട്ടുകാരും ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം രാത്രി എഴുന്നേറ്റുകൊണ്ട് 3 മണി സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നതിന്റെ കരച്ചില് കേട്ടിട്ട്, ഖുർആനിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് കേട്ടിട്ടാണ് പലപ്പോഴും ഞങ്ങൾ സുബഹിയുടെ സമയത്ത് എഴുന്നേൽക്കാറുള്ളത്. രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം ഉറക്കിൽ എഴുന്നേറ്റ് ഒതുവെടുത്തിട്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഖുർആൻ ഓതി നമസ്കരിക്കുന്നതിന്റെ കരച്ചില് കൊണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കാറുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ മനുഷ്യൻ അവിടുന്ന് പഠിച്ചിറങ്ങി 1932 ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനോടൊപ്പം ചേർന്ന് നിന്ന് വലിയതാകുന്ന സ്വാതന്ത്ര്യ സമരത്തിന് വലിയ തിരികൊളുത്തി. 1932 വിക്ടോറിയ കപ്പലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഗാന്ധിജിയും കൂടെയുള്ളവരും, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതാകുന്ന മാനിഫെസ്റ്റോ? വാട്ട് ഈസ് യുവർ മാനിഫെസ്റ്റോ? എന്താണ് നിങ്ങൾക്ക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ട് ജോർജ് രണ്ടാമനോട് അടുക്കൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിങ്ങളുടെ കൈവശമുള്ളതാകുന്ന പ്രകടന പത്രിക എന്താണ്? അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ നീളമുള്ള ശർവാണിയുടെ അകത്തളത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ മാനിഫെസ്റ്റോ. ഇതാണ് എന്റെ പ്രകടന പത്രിക, ഇതാണ് എന്റെ പ്രകടന പത്രിക. പറയാൻ കഴിയുമോ സഹോദരങ്ങളെ? അതാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. അവരൊക്കെ മറന്നിട്ടൊരു മുസ്ലിം ഉണ്ടോ? അവരുടെയൊക്കെ ജീവിതം ഈ ഉമ്മത്ത് പഠിക്കാതെ പോകല്ലേ? അവരുടെ ചരിത്രങ്ങൾ വെട്ടിമുറിച്ചിട്ട് പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോകല്ലേ? സത്യാനന്തരത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോവാണ് നമ്മൾ. അതുകൊണ്ട്
പുതിയ തലമുറ പഠിക്കേണ്ടതാകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് പഴയകാല മഹത്തുക്കളിൽ നിന്ന്. അത് ഭൗതികതയുടെയും അഭൗതികതയുടെയും ലോകങ്ങൾ താണ്ടിയിട്ടുള്ള ഔലിയാക്കളുടെ ഭാഗങ്ങൾ പഠിച്ചാലും ഭൗതികതയുടെ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ടുള്ള ബിരുദാനന്തരങ്ങളുടെ അങ്ങേയറ്റം വിദ്യാഭ്യാസം നുകർന്നിട്ടുള്ള ആളുകൾ പഠിച്ചാലും മാതാവും പിതാവും മക്കളെ വേണ്ടതുപോലെ വളർത്തിയതിന്റെ കാരണത്താലാണ് അവർ ഈ ഉന്നതിയിലേക്ക് എത്തിയത് എന്ന പാഠം അവസാനമായി നമ്മൾ എത്തി നിൽക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകന് പറഞ്ഞ അധ്യാപനം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നബി പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് പ്രസവിച്ചെഴുന്നത് ശുദ്ധ പ്രകൃതത്തിന്മേലാണ്. ഫഅബവാഹു, അവരുടെ രക്ഷിതാക്കൾ, യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മക്കൾ പിഴച്ചു പോകാൻ കാരണം, അവർ യഹൂദരാകാനും ജൂതനാകാനും നസ്രാനിയാകാനും കാരണം മാതാപിതാക്കളാണ്. അവരുടെ ശ്രദ്ധക്കുറവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ കരുതലോടുകൂടി വളർത്തി ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കും. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ, ആബിദീങ്ങൾ ചേർക്കുമാറാവട്ടെ. തെറ്റ് വന്നു പോയിട്ടുള്ള മക്കൾക്ക് പുറത്തു കൊടുക്കും. അവരെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ പരിശ്രമിക്കും. അല്ലാതെ അവരെ പരിപൂർണമായി ഒഴിവാക്കാൻ ഖുർആൻ പറയുന്നില്ല. ഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു. അല്ലാഹു പറയാൻ, ഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു. മാപ്പ് ചെയ്തു കൊടുക്കുകയും ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ഉപദേശം കൊടുത്ത് നന്നാക്കി എടുക്കുകയും ചെയ്താൽ തീർച്ചയായും മക്കളെ നന്നാകും. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കും. വലിയ വീട് വെച്ച് നല്ല എയർ കണ്ടീഷൻ ചെയ്ത് സെൻട്രൽ AC ഫിറ്റ് ചെയ്ത് റാഹത്തായ വാഹനം ഒരു വാങ്ങിയിട്ട് നാട്ടിലൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഷോ കാണിക്കാനല്ല ജീവിതം. ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അടുത്ത ഒരു തലമുറയെ നന്നാക്കലാണ്. അതുവേണ്ടി മക്കളെ ഹഫ്ളാക്കാനും ആലിമാക്കാനും നല്ല നല്ല അറബി കോളേജുകളും ദറസുകളും ഒക്കെ നമ്മുടെ പരിസരങ്ങളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മണിയൂർ ഉസ്താദിന്റെ ദറസ് തന്നെ മുനവ്വറുൽ ഇസ്ലാം അടക്കമുള്ള എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന നമ്മുടെ സമൂഹത്തിൽ മാതൃകാപരമാകുന്ന ദറസി സംവിധാനങ്ങളുമായി അറബി കോളേജുകളിലൊക്കെ ആയി നിലനിൽക്കുന്ന എത്രയോ നല്ല സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുകയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളടക്കം നമ്മുടെ മഹല്ലുകളിലും പരിസര മഹല്ലുകളിലുള്ള ആത്മീയ കലാലയങ്ങൾക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ കൊടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ തയ്യാറാവുകയും ചെയ്യണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തി അല്പം ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് തങ്ങളോട് പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. സുബഹിക്ക് ശേഷമൊക്കെ റൂഹി ബയാൻ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടുകൂടി വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.